നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി കൂടി നേരിട്ടതോടെ വലിയ പ്രഖ്യാപനങ്ങളോടെ രൂപീകൃതമായ BDJS എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് തന്നെ ഇല്ലാതാവുകയാണെന്ന ചോദ്യങ്ങൾ ഉയരുകയാണ്. NDA സംവിധാനത്തിന്റെ കെട്ടുറപ്പില്ലായ്മ കൂടി BDJSന്റെ മുന്നോട്ടു പോക്കിനെ ബാധിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സാമുദായിക സംഘടനയുടെ പിൻബലമുണ്ടായിട്ടും BDJSന് തെരഞ്ഞെടുപ്പുകളിൽ നിലം തൊടാനാകുന്നില്ല. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വിലയിരുത്തുമ്പോൾ വെൽഫെയർ പാർട്ടിക്കും SDPIക്കും പിന്നിലാണ് BDJSന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ കണക്കുകൾ എന്ന് വിലയിരുത്തുമ്പോഴാണ് സ്ഥിതി എത്ര ദയനീയമാണെന്ന് ബോധ്യമാകുന്നത്. 2015 ഡിസംബർ 5 ശംഖുമുഖം കടപ്പുറത്ത് SNDPയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ രാഷ്ട്രീയ പാർട്ടിയാണ് BDJS. യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നയിച്ച സമത്വ മുന്നേറ്റ യാത്ര തിരുവനന്തപുരത്തെത്തിയപ്പോഴായിരുന്നു പാർട്ടി പ്രഖ്യാപനം. പാർട്ടി രൂപീകരണത്തിന്റെ ചരടുവലിക്ക് പിന്നിൽ BJPയും V മുരളീധരനും അടക്കമുള്ള നേതാക്കന്മാരുമായിരുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ്. ലക്ഷ്യം CPMന് ഏറെ സ്വാധീനമുള്ള ഈഴ വോട്ടുകൾ പിടിച്ചെടുക്കുക എന്നതും. പ്രഖ്യാപന ശേഷം നടന്ന 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണി സംവിധാനം പ്രത്യേകിച്ച് BJPയും അത്യുത്സാഹത്തോടെ BDJSനൊപ്പം നിന്നു. SNDP ശാഖായോഗങ്ങളിലെ പ്രവർത്തകരടക്കം ആവേശഭരിതരായി ഇറങ്ങിയതോടെ പുതുതായി രൂപീകൃതമായ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മെച്ചപ്പെട്ട പ്രകടനം കുട്ടനാട് ഉൾപ്പെടെയുള്ള SNDP സ്വാധീന മേഖലകളിൽ BDJSന് കാഴ്ചവെക്കാനായി. എന്നാൽ പിന്നീട് BDJS എന്നത് തുഷാർ വെള്ളാപ്പള്ളി, സുഭാഷ് വസു എന്നീ ചുരുക്കം ചില നേതാക്കളിലായി ഒതുങ്ങുന്നതാണ് കണ്ടത്. സുഭാഷ് വസു കൂടി പുറത്തേക്ക് പോയതോടെ അറിയപ്പെടുന്ന നേതാക്കന്മാർ പോലുമില്ലാതെ ഒന്നൊന്നായി തകർന്ന BDJSനെയാണ് പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകൾ കാണുന്നത്. കേരളത്തിലെ ഓരോ വാർഡുകളിലും ശാഖകളുള്ള കരുത്തുറ്റ സാമുദായിക സംഘടനയാണ് SNDP. യോഗം വേറെ BDJS വേറെ എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോഴും BDJS എന്നാൽ SNDP ആണെന്നത് പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ടും രൂപീകൃതമായി 10 വർഷം പിന്നിടുമ്പോഴും താഴെത്തട്ടിൽ കമ്മിറ്റികൾ രൂപീകരിക്കാനോ അച്ചടക്കത്തോടെ കൃത്യമായി പ്രവർത്തിക്കാനോ BDJSന് കഴിഞ്ഞിട്ടില്ല. NDA മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയായിട്ടും ഇപ്പോഴും BDJSനെ ഉൾക്കൊള്ളാൻ BJPക്കും കഴിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം കാണുന്ന പ്രത്യേക പ്രതിഭാസമായി മാത്രം മുന്നണി ബന്ധം മുന്നോട്ടു പോകുന്നു. വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി വിജയനൊപ്പം ഉറച്ചു നിൽക്കുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി NDAയ്ക്കും BJPക്കുമൊപ്പമാണ്. SNDP പിന്തുണയിൽ വളരാൻ ശ്രമിക്കുന്ന BDJSന്റെ അണികൾക്കുള്ളിലും വ്യത്യസ്ത നിലപാടുകൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. BJP ആകട്ടെ BDJS തെളിച്ച വഴിയിൽ BDJS ഇല്ലാതെ തന്നെ ഈഴ വോട്ട് ബാങ്കിനിടയിൽ അവരുടേതായ സ്വാധീനം ഇതിനോടകം ഉറപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 300 വാർഡുകൾ മത്സരിച്ച BDJSന് വിജയിക്കാനായത് 5 ഇടത്ത് മാത്രമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 23 സീറ്റുകൾ മത്സരിച്ചിട്ടും ഒരിടത്ത് പോലും വിജയിക്കാനായില്ല എന്നത് മാത്രമല്ല, ദയനീയമായ പരാജയവുമായിരുന്നു. സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ BJP ശക്തമായ ഇടപെടൽ നടത്താൻ ശ്രമിക്കുമ്പോൾ പ്രതിഷേധ സമരങ്ങളിൽ പോലും BDJSന്റെ പതാക ഉയരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ ചിത്രത്തിൽ നീണ്ട 10 വർഷത്തിനിടയിൽ ഒരടയാളപ്പെടുത്തൽ പോലും നടത്താതെ നാണം കെട്ട തോൽവികൾ ഏറ്റുവാങ്ങി മുന്നോട്ടു പോകുന്ന BDJSന്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്ത് എന്നത് ഒരു ചോദ്യചിഹ്നമായി ഉയരുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.